മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായ PC തോമസിന്റെ തെരഞ്ഞെടുപ്പ് കേരള ഹൈക്കോടതി അസാധുവാക്കിയത് 20 വർഷം മുമ്പാണ്. അത് സുപ്രീം കോടതിയും ശരിവച്ചു. പ്രചാരണ നോട്ടീസിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൈ മുത്തിയിട്ടുണ്ടെന്നും മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ റോമിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞതിനാണ് അയോഗ്യരാക്കിയത്. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ഭരണാധികാരിയായി ഉയർത്തപ്പെട്ട ജോസഫുമായി ആ നോട്ടീസിൽ PC തോമസിനെ താരതമ്യവും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാനദണ്ഡം വച്ചാണെങ്കിൽ ഡൽഹിയിൽ മത്സരിക്കുന്ന BJPയുടെയും ആം ആദ്മി പാർട്ടിയുടെയും മുഴുവൻ സ്ഥാനാർത്ഥിമാരും അയോഗ്യരാകണം. രാമന്റെ ഭൂമി തിരിച്ചു പിടിച്ചവർ ഡൽഹി ഭരിക്കണം എന്നാണ് BJPയുടെ പ്രചാരണ മുദ്രാവാക്യം തന്നെ. ആം ആദ്മി പാർട്ടിയാകട്ടെ പൂജാരിമാർക്ക് മാസം 18,000 രൂപ ഇനാം പ്രഖ്യാപിച്ചതാണ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്. അതിനു പുറമെ സനാതന ധർമ്മ രക്ഷാസമിതി രൂപീകരിക്കുകയും ഹനുമാൻ ചാലീസ് ചൊല്ലുകയും ചെയ്യുന്നു. കോൺഗ്രസ് ആകട്ടെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഇരു പാർട്ടികളുടെയും ഹിന്ദു പ്രീണനം അക്കമിട്ട് പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്.